ഡേ 3 ഓഫ് 25 ക്രിസ്മസ് ഡേയ്സ് വിത്ത് കാവ്യ. പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിൽ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ ഐറ്റംസ് വാങ്ങുമ്പോൾ അമ്മ ആദ്യമേ ബ്ലോക്ക് ചെയ്യുന്നൊരു സാധനമുണ്ട്. അതാണ് ക്രിസ്മസ് റീത്ത്. പണ്ട് ക്രിസ്മസ് ടൈമിലൊക്കെ കവടിയാറിലെ റെസിഡൻഷ്യൽ ലൈൻസിൽ കൂടി നടന്ന് സ്കൂളിൽ പോകുമ്പോൾ വീടുകളുടെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള ക്രിസ്മസ് റീത്ത് കാണുമ്പോൾ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരെണ്ണം വാങ്ങി ഡോറിൻ്റെ ഫ്രണ്ടിൽ തൂക്കണമെന്ന്. പക്ഷെ എൻ്റെ അമ്മയുടെ കൺസെപ്റ്റ് പ്രകാരം റീത്ത് വെക്കുന്നത് മരിച്ചവർക്ക് മാത്രമാണ്. വീടിന് റീത്ത് വെക്കാന്ന് പറഞ്ഞാൽ വീട് മരിച്ചെന്നല്ലേ? അപ്പോൾ ചാപ്റ്റർ ക്ലോസ്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ക്രിസ്മസ് റീത്തിൻ്റെ കഥ? അമ്മ പറഞ്ഞ പോലെ വീടിന് റീത്ത് വെക്കുന്നതാണോ ഇനി? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ക്രിസ്മസ് ട്രീയുടെ തുടക്കം എവർഗ്രീൻ ചില്ലകളിൽ നിന്നാണെന്ന്. തണുപ്പ് കാലത്ത് യൂറോപ്പിലെ ചില സ്ഥലങ്ങളിൽ എവർഗ്രീൻ ചില്ലകളെ ഒരു റീത്ത് പോലെ വെച്ച് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തൂക്കുമായിരുന്നു. ലൈഫ് ഒരു സർക്കിളാണെന്നും ഇന്ന് ഇരുട്ടാണെങ്കിൽ നാളെ പ്രകാശമുണ്ടെന്നും വിൻ്റർ ഡിപ്രഷനിലിരിക്കുന്ന മനുഷ്യരെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കുഞ്ഞു സിമ്പലാണ് ക്രിസ്മസ് റീത്ത്. പിന്നീട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ സിമ്പലിനെ ഏറ്റെടുക്കുകയും റീത്ത് ഹോപ്പിൻ്റെ കൂടെ വിശ്വാസത്തിൻ്റെ സിമ്പലായ ക്യാൻഡിൽസും കൂടെ വെച്ച് അലങ്കരിക്കാൻ തുടങ്ങി. പതിയെ റീത്ത് ക്രിസ്മസിൻ്റെയും ഒരു ഭാഗമായി മാറി. അപ്പോൾ ശരിക്കും ക്രിസ്മസ് റീത്ത് സിമ്പലൈസ് ചെയ്യുന്നത് പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെ ശക്തിയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? സോ സീ യു ഓൺ ഡേ 4.